നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ നാം ചോദിക്കും മുമ്പ് തന്നെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനും സർവജ്ഞാനിയുമായ ത്രിയേക ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക് സ്വന്തം രക്തം കൊണ്ട് പരിഹാരം വരുത്തിയ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും വന്ദനങ്ങൾ. സന്തോഷത്തോടെ നമുക്ക് ഇന്നും ദൈവസന്നിധിയിൽ വരുവാൻ ഈ ആഴ്ചയുടെ നമ്മുടെ ക്ലാസിന്റെ ആദ്യത്തെ ദിവസം ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നാം ഒക്കെ ആയിരുന്ന സഭാന്തരീക്ഷങ്ങളിൽ ദൈവം നമ്മെ സൂക്ഷിച്ച് അനുഗ്രഹിച്ച് നല്ല ആത്മീയ സംഗമങ്ങൾ, കൂട്ടായ്മകൾ ഒക്കെ നൽകിയെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു, വിശ്വസിക്കുന്നു. ആയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങളാണല്ലോ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. 4-ാമത്തെ വാക്യം ഒരാൾ വായിച്ചാട്ടെ. Verse 4. Then I saw thrones, and seated on them were those to whom the authority to judge was committed. Also I saw the souls of those who had been beheaded for the testimony of Jesus and for the word of God, and those who had not worshipped the beast or its image, and had not received its mark on their foreheads or their hands. They came to life and reigned with Christ for 1,000 years. Praise God. നമ്മളതിൻ്റെ ആദ്യ ഭാഗമാണല്ലോ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിൻ്റെ മിഡിൽ പാർട്ട്, അതിൻ്റെ മധ്യഭാഗം നമ്മൾ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന നിലയിൽ ആ സീക്വൻസിൽ, ആ ഒരു ക്രമമനുസരിച്ച് പഠിച്ചു. ഇപ്പോൾ നാം ന്യായവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. വിശുദ്ധന്മാരെ സംബന്ധിച്ച് അവര് ന്യായം വിധിക്കപ്പെടുകയും ന്യായം വിധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. വിശുദ്ധന്മാരുടെ ന്യായവിധി, അതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഭാവിയിൽ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട 5 ന്യായവിധികൾ. ആ പ്രധാനപ്പെട്ട 5 വിധികളിൽ ഒന്നാമത്തേതാണ് വിശുദ്ധന്മാരുടെ ന്യായവിധി, ജഡ്ജ്മെന്റ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ ന്യായവിധി. അതിൻ്റെ മറ്റൊരു പേരാണ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദ വർക്ക്സ്, പ്രവർത്തികളുടെ ന്യായവിധി. അപ്പോൾ വിശുദ്ധന്മാരുടെ ന്യായവിധി എന്നും പ്രവർത്തികളുടെ ന്യായവിധി എന്നുമൊക്കെ അതിന് പേരുള്ളതായിട്ട് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തതയോടെ നമ്മെ ആ കാര്യം പഠിപ്പിക്കുന്നു. സ്തോത്രം. 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ദ ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ അവിടെ കണ്ടു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുമുണ്ട് വിശുദ്ധന്മാരുടെ ന്യായവിധി. വിശുദ്ധന്മാർ ന്യായവിധി ഒഴിഞ്ഞുപോയവരാണ്, കഴിഞ്ഞുപോയവരാണ്. യേശു കർത്താവ് തന്നെ പറയുന്ന ആ കാര്യം യോഹന്നാന്റെ സുവിശേഷം 5:24 നിന്നൊന്ന് വായിക്കാം. ജോൺ 5:24. യോഹന്നാൻ 5:24. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.
കർത്താവിൽ വിശ്വസിക്കുന്ന, അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ വചനം, ക്രിസ്തു നമ്മോട് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഏവനെക്കുറിച്ചും നാം ഇവിടെ യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ നിന്നും വായിക്കുന്നത് അവൻ ന്യായവിധിയിൽ അകപ്പെടാതെ ഇരിക്കും എന്നാണ്. ന്യായവിധി ഒഴിഞ്ഞുപോയവർ എന്നാണ്. സ്തോത്രം. അവിടുത്തെ ന്യായവിധി എന്ന് പറയുന്നത് ശിക്ഷാവിധി എന്ന അർത്ഥത്തിലാണ്. സ്തോത്രം. ശിക്ഷാവിധി. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ഇല്ല. സ്തോത്രം. യോഹന്നാന്റെ തന്നെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്കറിയാം. അതുകൊണ്ട് 17-ഉം 18-ഉം 19-ഉം കൂടെ വായിക്കാം. John 3:16-19. We know 16th verse, and therefore we will read from 17. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. സ്തോത്രം. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. അവിടുത്തെ വിധി ശിക്ഷ വിധിപ്പാനല്ല. സ്തോത്രം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. എന്നാൽ ദൈവം അയച്ച തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം റോമർ 8-ന്റെ 1 നമുക്കറിയാമല്ലോ. റോമർ 8-ന്റെ 1-ാമത്തെ വാക്യവും കൂടെ നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ വായിച്ചാട്ടെ. Therefore there is now no condemnation to them who are in Christ Jesus, who walk not after the flesh but after the Spirit. Praise God. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ നമ്മൾ ന്യായവിധി, ശിക്ഷാവിധി, ജഡ്ജ്മെന്റ് ആൻഡ് കണ്ടംനേഷൻ, ഈ 2 സംഗതികളെ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ വ്യത്യാസങ്ങളും നാം നോക്കി ഓർമ്മ കാണുമല്ലോ. ഈ വാക്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ന്യായവിധി, ശിക്ഷാവിധി കഴിഞ്ഞു. ശിക്ഷാവിധി, കണ്ടംനേഷൻ കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനി യാതൊരു ശിക്ഷാവിധിയും ഇല്ല. സ്തോത്രം. എന്നാൽ എന്തുണ്ട്? പ്രവർത്തികളുടെ ന്യായവിധി ഉണ്ട്. പ്രവർത്തികളുടെ ന്യായവിധി ഉണ്ട്. നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് പോലെ യേശുക്രിസ്തു തന്നെ പറഞ്ഞ ഉപമയുണ്ടല്ലോ, നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒരു രാജാവ് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ താൻ ആക്കി വച്ചിരുന്ന തൻ്റെ കാര്യവിചാരകന്മാരോട് കണക്ക് ചോദിക്കുന്ന കാര്യം അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. നമുക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന്, കണക്ക് കൊടുക്കണമെന്ന്. അപ്പം കർത്താവ് നമ്മെ ഏൽപ്പിച്ച സകലത്തിനും നാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ന്യായവിധി. അതല്ലാതെ നമ്മൾ ശനിയാഴ്ച കണ്ടതുപോലെ വിശുദ്ധന്മാരെ വിധിപ്പാനല്ല,
അവരുടെ പ്രവൃത്തികളെ വിധിക്കുന്നതിന് വേണ്ടിയാണ്. ഉദ്ദേശമൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പം അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ന്യായവിധിയുടെ ആ ഒരു പ്രക്രിയയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ദൈവം നമ്മെ വിധിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ എന്തെല്ലാം ഈ ന്യായവിസ്താരത്തിന്റെ മുമ്പിൽ വരും? എന്തിനെല്ലാം നമുക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും? അതാണ് നാം ഇനിയും നോക്കുവാനായിട്ട് പോകുന്നത്. ഏറ്റവും ഒന്നാമത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ദ ജഡ്ജ്മെന്റ് ഓഫ് അവർ സീക്രട്സ്, നമ്മുടെ രഹസ്യങ്ങളുടെ ന്യായവിധി. സകല മനുഷ്യരുടെയും രഹസ്യങ്ങളെ ന്യായം വിധിക്കുമേ, പാപികളുടെയും വിശുദ്ധന്മാരുടെയും ഇരുകൂട്ടരുടെയും രഹസ്യങ്ങളെ കർത്താവ് ന്യായം വിധിക്കും. ഇവിടെ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് വിശുദ്ധന്മാരുടെ ന്യായവിധി ആയതുകൊണ്ട് വിശുദ്ധന്മാരുടെ സകല രഹസ്യങ്ങളെയും കർത്താവ് ന്യായം വിധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. റോമാലേഖനം 2:16 വാക്യം, റോമൻസ് 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. മനുഷ്യരുടെ രഹസ്യങ്ങളെ പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അപ്പോൾ മനുഷ്യരുടെ സകല രഹസ്യങ്ങൾക്കും അവരവർ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. എക്ലീസിയാസ്റ്റസ് സഭാപ്രസംഗി 12:14, 12:14. സഭാപ്രസംഗി ദൈവം For God will bring every deed into judgment with every secret thing, whether good or evil. Every secret thing, നല്ലതും തീയതുമായ സകലത്തോടും കൂടെ സകല രഹസ്യങ്ങളെയും ദൈവം തൻ്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ കൊണ്ടുവരും. സ്തോത്രം. ലൂക്കോസ് 12:2-3, ലൂക്ക് 12:2-3. മൂടിവെച്ചത് ഒന്നും വെളിപ്പെടാത്തതും വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറയുന്നത് എല്ലാം വെളിച്ചത്ത് കേൾക്കും, അറയിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ പോഷിക്കും. യേശു കർത്താവ് തന്നെ പറയുന്ന വാക്കുകളാണ്. മൂടി വെച്ചതൊന്നും വെളിപ്പെടാതിരിക്കയില്ല. ഇരുട്ടത്ത് നമുക്കൊന്നും മറച്ചു വെക്കാൻ കഴിയുകയില്ല. ഭൂമിയിൽ എവിടെയെല്ലാം നിന്ന് എന്തെല്ലാം രഹസ്യങ്ങൾ നാം ഒളിപ്പിച്ചാലും സകല രഹസ്യങ്ങൾക്കും ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സ്തോത്രം. പ്രോസിക്യൂഷന് വേണ്ടി ആരെങ്കിലും വേണമെങ്കിൽ അവരെ വിളിച്ചോളും.
സാക്ഷ്യത്തിന് വേണ്ടി വേണ്ടവരെ കർത്താവ് വിളിച്ചോളും. എല്ലാവരെയും നമ്മളെങ്ങും പോയി ആരെയും ഹാജരാക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. നമ്മൾ ന്യായവിധിയുടെ ആ ഒരു പാറ്റേൺ, ഒരു രീതി നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നല്ലോ. അതായത് രഹസ്യത്തിലുള്ളത് സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുക എന്ന ഭാഗം നമ്മൾ കണ്ടു. അതിനോട് ചേർത്താണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളും ചിന്തിക്കുന്നത്. സ്തോത്രം. അപ്പൊ കർത്താവ് സകല രഹസ്യങ്ങളെയും വെളിച്ചത്താകും. മൂടി വെച്ചതൊന്നും മറവായിട്ടിരിക്കത്തില്ല. യാതൊന്നും രഹസ്യങ്ങളായിട്ടിരിക്കത്തില്ല. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ ഒത്തിരി മറച്ചു വെക്കുന്ന രഹസ്യങ്ങളുണ്ട്. മറച്ചു വയ്ക്കുന്ന രഹസ്യങ്ങൾ. പക്ഷെ അതൊന്നും എക്കാലവും രഹസ്യമായിട്ട് തുടരുകയില്ലെന്നുള്ളതാണ് സത്യം. എക്കാലവും അവയൊന്നും രഹസ്യങ്ങളായി തന്നെ തുടരില്ല. സ്തോത്രം. മനുഷ്യരിൽ നിന്ന് നമുക്ക് പലതും മൂടി വയ്ക്കാം. എന്നാൽ വെളിപ്പാട് പുസ്തകം ആദ്യ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടു, അവന്റെ കണ്ണ് അഗ്നിജ്വാല. സ്തോത്രം. അഗ്നിജ്വാല. നമുക്കറിയാമല്ലോ, പ്രകാശകിരണങ്ങൾ, പലതരത്തിലുള്ള റേസ് ഉണ്ട്, കിരണങ്ങളുണ്ട്. അതിൽ നമുക്കൊക്കെ വളരെ പരിചയമുള്ളതാണ് എക്സ്റേ. ഒരു സാധാരണ എക്സ്റേയുടെ മുമ്പിൽ പോലും പല രഹസ്യങ്ങളും മറ നീക്കി പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോട് കൂടിയവന്റെ കണ്ണിൽ നിന്നും ബഹിർസ്ഫുരിക്കുന്ന പ്രകാശത്തിന്റെ കിരണങ്ങൾ ന്യായവിധിക്ക് വേണ്ടി വന്നു നിൽക്കുന്ന, നമുക്ക് തൽക്കാലം വിശുദ്ധന്മാരെന്നങ്ങ് പറയാം, അവരിലേക്ക് ചെല്ലുമ്പോൾ ഈ റേസ്, ഈ കർത്താവിന്റെ കണ്ണുകളിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശകിരണങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നതായി ഒന്നും കാണില്ല. സ്തോത്രം. ഇന്നത്തെ സ്ഥിതിയിൽ ഈ വാർത്ത നമുക്ക് ശുഭകരമാണോ? ഇന്നത്തെ സ്ഥിതി? പ്രൈസ് ഗോഡ്. ഉത്തരം പറയണമെന്നില്ല, എന്നാലും ചിന്തിച്ചാൽ മതി. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. 1 Corinthians 3 and verse 5. First Corinthians chapter 4 verse 5. 1 കൊരിന്ത്യർ 4:5 വാക്യം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും എന്ന് നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന അന്ന്. ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്ന അന്ന്. ഇന്നത്തെ സ്ഥിതിയിൽ അങ്ങനെയാകുമോ നമ്മളുടെ ബന്ധത്തിൽ? സ്തോത്രം. സ്വയ ചിന്തയ്ക്ക് വേണ്ടി ആ ചോദ്യം എറിഞ്ഞതിരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഏവരെക്കാളും കൂടുതൽ ഈ വചനങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഭയപ്പെടുന്നു. ഇത് കേവലം ഒരു പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാതിരിക്കുക.
നമ്മുടെ ജീവിതത്തെ ഇത് രൂപാന്തരപ്പെടുത്തട്ടെ. സ്തോത്രം. ഇതേ സംബന്ധിച്ച് ഈ വിഷയത്തിൻ്റെ ഒരു ഒരു തുടർച്ച അല്ലെങ്കിൽ പോലും നമുക്ക് ഈ കാര്യം കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായി നമുക്ക് എഫേസ്യർക്കുള്ള ലേഖനത്തിലേക്കൊന്ന് പോകാം. പൗലോസിന്റെ എഫേസ്യ സഭയ്ക്കുള്ള ലേഖനം. അതിൻ്റെ 5-ാമത്തെ അധ്യായം. അതിൻ്റെ 8-ാം വാക്യം. 5:8, 5:8. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. കർത്താവിൽ നാം ആകുന്നതിന് മുമ്പ് ഇരുളായിരുന്നു, ഇരുട്ടിലായിരുന്നു, ഒപ്പം ഇരുളായിരുന്നു. ഇപ്പോഴോ വെളിച്ചം, കർത്താവിൽ വെളിച്ചമാകുന്നു. എന്താ ഈ ഇരുളും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കകം ഇത് ഞാൻ 2-3 ഇടത്ത് പറഞ്ഞ ഒരു സന്ദേശത്തിന്റെ ഭാഗമാണ്. പതിനൊന്ന് 12 11 and 12. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. സ്തോത്രം. ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നത് അതിനെ വെളിച്ചത്താക്കും എന്നുള്ള ഭാഗം. ഈ ഇരുട്ട് എന്താണ്? നമ്മൾ നേരത്തെ ഇരുട്ടുമായിരുന്നുവെന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഇരുട്ടിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്തെന്ന് ഇവിടെ നിർവചിച്ചിരിക്കുന്നു. സ്തോത്രം. എന്താണ് ഇരുട്ട്? നിഷ്ഫല പ്രവൃത്തികൾ. സ്തോത്രം. ഡെഡ് വർക്ക്സ്, ഫ്യൂറ്റൈൽ വർക്ക്സ്, അല്ലേ? വിവിധ വേർഷൻസിൽ വിവിധ പേരുകളായിരിക്കും കൊടുത്തിരിക്കുന്നത്. നിഷ്ഫല പ്രവൃത്തികൾ, ഫ്രൂട്ട്ലെസ്നെസ്. അത്രയും കൊണ്ടും തീരുന്നില്ല. വീണ്ടും നമ്മുടെ വായിക്കുന്നത്, അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. ഇത്രേ ഉള്ളൂ. വെളിപ്പെടുത്തിയാൽ ഒരുവന് ലജ്ജയായി തീരുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നെങ്കിൽ അത് നമുക്ക് ലജ്ജയായിട്ട് തീരും എങ്കിൽ ഇന്നും നമ്മിൽ ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉണ്ട്. നമുക്കതിൽ നിന്ന് പുറത്തു വരണം, വിമോചിതരാകണം. എൻ്റെ കൂടെ ഉണ്ടല്ലോ? സ്തോത്രം. ഇപ്പൊ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നത്, അതിൽ ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്
വെളിപ്പെടുത്തിയാൽ ലജ്ജിക്കേണ്ടി വരുന്ന ജീവിതശൈലികൾ, വെളിപ്പെടുത്തിയാൽ ലജ്ജിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ. എന്നാൽ ദൈവം ന്യായവിധി നടത്തുമ്പോൾ ഈ തിന്മയായത് മാത്രമേ കൊണ്ടുവരത്തുള്ളൂ? Good works too. സ്തോത്രം. ബോത്ത്, രണ്ടും. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് നല്ലതാകിലും തീയതാകിലും. അപ്പം കർത്താവ് നമ്മെ ന്യായം വിധിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും. നമ്മുടെ രഹസ്യങ്ങളെ. അന്ന് നമുക്ക് എന്തുണ്ടാവണം? കർത്താവിൽ നിന്ന് പ്രശംസ ഉണ്ടാവണം. അതാ നമ്മൾ 1 കൊരിന്ത്യർ 4:5 അവസാനം വായിച്ചത്. നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് കർത്താവിൽ നിന്ന് പുകഴ്ച ഉണ്ടാകണം. കർത്താവ് നമ്മുടെ പുറത്ത് തട്ടി നമ്മളെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി മഹാസദസ്സിന് നമ്മെ പരിചയപ്പെടുത്തി കൊടുക്കും. സ്തോത്രം. ഇപ്പൊ നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക. നല്ലതാകിലും തീയതാകിലും. നല്ലതിൻ്റെയും തീയതിൻ്റെയും അർത്ഥം നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇതുവരെ ക്ലിയർ ആണോ? വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിൽ? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ എന്തൊക്കെയാ നമ്മുടെ രഹസ്യങ്ങൾ? നല്ലതുമുണ്ട് തീയതുമുണ്ട് കേട്ടോ. രണ്ടിനെയും വെളിച്ചത്ത് കൊണ്ടുവരും. ഒന്ന്, നമ്മുടെ രഹസ്യങ്ങളിലെ ചില കാര്യങ്ങളെ എടുത്തു പറയാം. നമ്മൾ മുമ്പേ വായിച്ച വാക്യം തന്നെ ഒന്നും കൂടെ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചു. 4:4. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല എങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവ് ആവുന്നു. അവൻ ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് മതി. അന്ന് എന്ത് ചെയ്യും? ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. പിന്നെ ഹൃദയത്തിൻ്റെ ആലോചനകളെയും എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ഹൃദയത്തിൻ്റെ ആലോചനകൾ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് പോലും അറിയത്തില്ല. കുറേയൊക്കെ അറിയാം, എല്ലാം ഒന്നും നമുക്ക് പോലും അറിയില്ല. പക്ഷേ ദൈവം അന്ന് ന്യായവിസ്താര സഭയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആലോചനകളെ ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. അതാണ് നാം അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ God will reveal our secret thoughts. നമ്മുടെ രഹസ്യ വിചാരങ്ങളെ
ദൈവം വെളിപ്പെടുത്തുമെന്ന്. സ്തോത്രം. കള്ളം പറയുകയാണോ എന്ന് നുണപരിശോധനയ്ക്കുള്ള മെഷീനുകളൊക്കെ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ ചിന്തകളെ വിവേചിക്കുന്ന ഉപകരണങ്ങളൊന്നും ഇതുവരെ ലോകം കണ്ടുപിടിച്ചിട്ടില്ല. ഒരുപക്ഷെ മുമ്പോട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ നിമിത്തം പലരെയും കുറ്റം വിധിക്കാമായിരുന്നു, ശിക്ഷയ്ക്ക് വിധിക്കാമായിരുന്നു, പ്രോസിക്യൂഷനും ഒക്കെ വളരെ എളുപ്പമായേനെ. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തിന് മറവായിരിക്കുന്നില്ല. സ്തോത്രം. നമ്മുടെ ചിന്തകൾ പോലും. അതുകൊണ്ടാ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, മൈൻഡ് യുവർ തോട്ട്സ്. ഓർമ്മയുണ്ടോ? ഇല്ല, ഒന്നുകൂടെ ആവർത്തിക്കാം അല്ലേ? മൈൻഡ് യുവർ തോട്ട്സ്, they will become words. Mind your words, they will become actions. Mind your actions, they will make habit. Mind your habit, that will form your character. Mind your character, that will develop your personality. Mind your personality, that will determine your destiny. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുള്ളതാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടത്. ചിന്തകളെ നിയന്ത്രിക്കുക, അത് വാക്കുകളാകും. വാക്കുകളെ നിയന്ത്രിക്കുക, അത് പ്രവൃത്തിയാകും. പ്രവൃത്തികളെ സൂക്ഷിക്കുക, അത് ശീലങ്ങളാകും, ഹാബിറ്റ്സ് ആകും. നിങ്ങളുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. സ്വഭാവത്തെ സംരക്ഷിക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടും. നിങ്ങളുടെ വ്യക്തിത്വത്തെ സൂക്ഷിക്കുക, അതിനനുസരിച്ചാണ് നിങ്ങളുടെ നിത്യത നിർണയിക്കപ്പെടുന്നത്. അപ്പം ഇതിന്റെ ഉത്ഭവം എവിടെയാ? ചിന്തകളാ. നമ്മൾ ഇത് അത്ര ഒന്നും ശ്രദ്ധിക്കാതെയാ പറയാറുള്ളത്. കർത്താവിയും നോട്ടത്തിലും ഭാവത്തിലും ചിന്തയിലും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ശൈലി പ്രാർത്ഥനയുടെ. വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ, സാധ്യതയില്ല, എന്നാലും വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പക്ഷേ നാം അതിൻ്റെ ഗൗരവത്തോടെ ഈ കാര്യത്തെ കാണണം. വളരെ ഗൗരവത്തോടെ നാം ഈ കാര്യം കാണണം. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത് 19-ാം സങ്കീർത്തനത്തിൽ, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, വായിലെ വാക്കും ഹൃദയത്തിന്റെ നിരൂപണം ജ്ഞാനവും അങ്ങേക്ക് പ്രസാദകരം ആയിരിക്കുമാറാകട്ടെ. വാക്കുകൾ മാത്രമല്ല, അതിനു മുമ്പും അദ്ദേഹം പറയുന്നു, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം. സ്തോത്രം. ധ്യാനം.
ഇപ്പൊ നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിക്കുക. നമ്മുടെ ചിന്തകൾക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദിക്കട്ടെ, സ്തോത്രം, നമ്മുടെ ചിന്തകൾക്കാണോ നാം പ്രാധാന്യം കൊടുക്കാറ്, അതോ നമ്മുടെ വാക്കുകൾക്കാണോ? വാക്കുകൾ. കൂടുതലും വാക്കുകൾക്ക്. കാരണം ആരെങ്കിലും റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി റെക്കോർഡ് ചെയ്തില്ലെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ മനസ്സിൽ ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകളെ നമ്മൾ സൂക്ഷിക്കും. പക്ഷേ ഇത് തിരിച്ചറിയാൻ ഇതുവരെയും, ഇത് റീഡ് ചെയ്യാൻ ഇതുവരെയും യാതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ചിന്തകളെയും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവമക്കളുടെ ചിന്ത, ധ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം, വളരെ പ്രധാനപ്പെട്ടതാണ്. Yeah, let the meditation of our heart and words of my mouth be pleasing unto you. എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമാകുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ നമ്മുടെ ചിന്തകൾ ആയിരിക്കുമ്പോൾ നമ്മുടെ രഹസ്യങ്ങളുടെ അടുത്ത ഒരു തലമാണ് our longings, our ambitions, our will. നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ താല്പര്യങ്ങൾ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡീപ് ഡൗൺ ഇൻ അവർ ഹാർട്ട്സ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തട്ട്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ തട്ടിൽ കിടക്കുന്ന നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ചിലപ്പോൾ നമുക്ക് പോലും അറിഞ്ഞുകൂടാത്തതാകാം. സ്തോത്രം. നമ്മുടെ ആഗ്രഹങ്ങൾ. 1 Timothy 6:10, 1 തിമോത്തിയോസ് 6:10 ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇത് ചിലർ കാക്ഷിച്ചിട്ട്, ആഗ്രഹം, ദ്രവ്യാഗ്രഹം, നമ്മുടെ മനസ്സിനകത്ത് അകത്തളത്തിൽ കിടക്കുന്ന ഇച്ഛകൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സ്തോത്രം. നമ്മുടെ ഇച്ഛകൾ. അടുത്തത്, അതിനോട് ചേർത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് പറഞ്ഞങ്ങ് വിടാം. അവർ ഗോൾസ്, നമ്മുടെ മുമ്പിൽ നമ്മൾ വെക്കുന്ന ലക്ഷ്യങ്ങൾ. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ അവർ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ അറിയുന്ന ദൈവം
അതും വെളിപ്പെടുത്തി അതിനനുസരിച്ച് ന്യായം വിധിക്കും. നമുക്ക് ഓരോരുത്തരോടും തോന്നുന്ന വികാരങ്ങൾ, സ്നേഹമൊരു വികാരമാണ്, കോപമൊരു വികാരമാണ്, ദുഃഖമൊരു വികാരമാണ്. എന്നാൽ നമ്മുടെ അകത്ത് സമയാസമയങ്ങളിൽ ഉണ്ടാകുന്നതുമായ വികാരങ്ങളെയൊക്കെ ദൈവം വലിച്ച് കീറി എല്ലാവർക്കും കാണത്തക്കതുപോലെ ഒരു വലിയ സ്ക്രീനിൽ കാണിച്ച നമുക്ക് ഇന്നത്തെ സ്ഥിതിയിൽ അവിടെ നിൽക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഇപ്പൊ നമ്മുടെ വികാരങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ഒരു 5-6 കൂട്ടം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കുറഞ്ഞത് 5 മണ്ഡലങ്ങളിലെങ്കിലും നാം വിശുദ്ധി പാലിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള സമയത്ത് 6 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 എണ്ണമെങ്കിലും: തോട്ട്സ്, ഇമോഷൻസ്, ഇമാജിനേഷൻസ്, വിൽ, മെമ്മറി. ഈ 5 എണ്ണമാണ് പ്രധാനം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ 6 വാതിലുകൾ, ചിന്തകൾ, വികാരങ്ങൾ, കൽപ്പനകൾ അഥവാ സങ്കല്പങ്ങൾ, ഇച്ഛ, ഓർമ്മ, ഒരു ഫീലിംഗ്, ഒരു തോന്നൽ. ഈ 6 മണ്ഡലങ്ങളെ നമുക്ക് വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. സ്തോത്രം. എന്നാൽ നമ്മൾ ഇതിൽ ഏത് മണ്ഡലത്തെയാണ് കൂടുതൽ ഈ 6 മണ്ഡലങ്ങൾ, ഈ 6 മണ്ഡലങ്ങളിൽ ഏതിനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഇവകളെ നമ്മൾ വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? സ്തോത്രം. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ഇതെല്ലാം നമ്മുടെ രഹസ്യങ്ങളുടെ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു സംശയം, ഇപ്പം ഈ ബൈബിൾ ക്ലാസ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയതിൽ പിന്നാണല്ലോ ഇത്രയും കാര്യങ്ങൾ, ചിന്തകൾ, ഇത് ഈ പറഞ്ഞ 6 കൂട്ടങ്ങളെല്ലാം അതെല്ലാം ദൈവം വെളിപ്പെടുത്തുമെന്നൊക്കെ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്തെല്ലാം ചിന്തകളും ഒക്കെ ഈ തരത്തിൽ വന്നു പോയിട്ടുണ്ട്. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തതേതാ, ഉപേക്ഷിച്ചതേതാന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെ അതിന് ദൈവസന്നിധിയിൽ നമ്മൾ ഒരു ക്രമീകരണം വരുത്തുന്നേ? ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഒത്തിരിയും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടല്ലോ. അപ്പൊ അത് അതെ, രക്ഷിക്കപ്പെട്ട ശേഷം നമുക്കിതിനെക്കുറിച്ച് പലർക്കും അറിവില്ലായിരുന്നു. ഇപ്പോൾ നമ്മളത് പഠിച്ചും ചിന്തിച്ചും അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ളത് പഠിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിപ്പിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെ കർത്താവിനോട് ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക. അതിനാണ്
രണ്ടാമത്തെ ന്യായവിധി 7 രണ്ടാമത്തേത് നമ്മൾ നോക്കിയത് സെൽഫ് ജഡ്ജ്മെന്റ്. എപ്പോഴും നാം അത് ചെയ്യണം. അത് നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്നതാണ് നമ്മുടെ കുഴപ്പം. എന്നാൽ ഇപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമുക്ക് ചെയ്യാതെ കർത്താവ് നമുക്ക് ഓർമ്മ തരും. ഞാൻ നമ്മുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കല്യാൺ ചർച്ചിലിരിക്കുന്ന സമയത്ത്, നമ്മുടെ സുജാ ഷിബുവിൻ്റെയൊക്കെ ചർച്ചിലിരിക്കുന്ന സമയത്ത്, ചർച്ചിലെ 2 അച്ചായന്മാര് 21 ദിവസം ഉപവാസം എടുത്തു. ഒരാൾക്ക് അന്ന് 42 വയസ്സ്, മറ്റൊരാൾക്ക് അന്ന് 70 വയസ്സ്. ഇപ്പൊ ഈ 42 വയസ്സുകാരനും 70 വയസ്സുകാരനും കൂടെ 21 ദിവസത്തെ ഉപവാസം എടുക്കുക. അവരുടെ വീട്ടില. ഞാൻ പറഞ്ഞു, സൗകര്യമുള്ളവരൊക്കെ പോയി ഇവരെ പ്രാർത്ഥനയിൽ സഹായിക്കുക. അങ്ങനെ ഒരു ദിവസം ഞാനും പോയി. ഞാൻ ചെന്നപ്പം അങ്ങ് ദൂരേന്നേ കേൾക്കാം ഈ സഹോദരന്റെ ഒരു ഏങ്ങലടിയൊക്കെ. ഞാൻ അടുത്ത് ചെന്നപ്പം ഈ 42 വയസ്സുകാരൻ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, 70 വയസ്സുകാരൻ പുറത്തിരുന്ന് പത്രം വായിക്കുന്നു. രണ്ടുപേരും ഉപവാസം, അവർ 2 മാത്രമേ ഉള്ളൂ വീട്ടില്. ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛ എന്താ വിഷയം എന്താ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പിടുത്തവും ഇല്ല, ഈ കരച്ചില് തുടങ്ങിയിട്ട് കുറെ നേരമായിരുന്നു പറഞ്ഞു. ഒടുവിൽ ഞാനും പോയിരുന്നു. ഞാനും അവിടെ ചെന്നു എന്നറിയത്തക്കതുപോലെ ഒച്ചത്തിൽ ഞാൻ സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ചെന്നു എന്ന്. അപ്പോഴത്തേക്കിന് കരച്ചിൽ കുറെ കൂടെ കൂടി. ഞാൻ നോക്കുമ്പം കണ്ണീരും മൂക്കളയും കൊണ്ടൊക്കെ അദ്ദേഹം ഉടുത്തിരുന്ന മുണ്ടൊക്കെ നനഞ്ഞിരിക്കുന്നു. മൂക്കും കണ്ണും മുഖവും ഒക്കെ കൂടെ ചുമന്ന് നീര് വെച്ചിരിക്കുന്നു. ഒടുവിൽ ഞാൻ പ്രാർത്ഥിച്ച് നിർത്തി. ഇദ്ദേഹം പകുതിയെ കണ്ണ് വീങ്ങിയിരിക്കുക. പകുതി മാത്രം തുറന്ന കണ്ണും കൊണ്ട് എന്നെ കണ്ടു. നിലവിട്ട് ചോദിച്ചത്, കർത്താവിനോട് ക്ഷമിക്കുമോ പാസ്റ്റർ എന്ന്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? ഈ 42 വയസ്സുകാരൻ 12 വയസ്സുള്ള സമയത്ത്, രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ലെന്ന് കേട്ടോ, 12 വയസ്സുള്ള സമയത്ത് അയലത്തുകാരത്തി ഒരു ബ്രദറൻകാരി അമ്മച്ചിയുടെ തലയണ കീഴിൽ നിന്ന് 18 രൂപ മോഷ്ടിച്ചു. 18 രൂപ. അപ്പൊ ഇന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പം ആ കാര്യം കർത്താവ് ഇങ്ങനെ കാണിച്ചു. അതിൻ്റെ കരച്ചില. പിന്നെ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ യഥാർത്ഥ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തു പോയ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയേണ്ടതായിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് നമുക്ക് ഓർമ്മപ്പെടുത്തും. അന്നേരം നമ്മൾ അതിന് ശുദ്ധീകരണം പ്രാപിച്ചു പോയാൽ മതി. അത് കുഴപ്പമില്ല അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ ഇത് അറിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞിരുന്ന് അരുതാത്തതിലേക്കൊന്നും പോകാൻ ഇടയാകരുത്. മനഃപൂർവമായിട്ട് നമ്മൾ പാപം ചെയ്യാൻ ഇടയാകരുത്. വ്യക്തമായോ? ഓക്കെ ബസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. മറ്റൊന്നും ഇല്ലെന്ന് കരുതുന്നു. അപ്പൊ ഈ മേഖലകളൊക്കെ നമ്മുടെ രഹസ്യത്തിന്റെ മേഖലകളാണ്. ഓക്കെ, രഹസ്യത്തിന്റെ മേഖലകൾ. അതാണ് റോമാലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്.
2-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യങ്ങളാണ്. അതിൻ്റെ 25 മുതൽക്കുള്ള വാക്യങ്ങളാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം God will judge according to the inward piety of a person. Inward piety. ആന്തരികമായ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ ന്യായം വിധിക്കും. അതും ദൈവം വെളിപ്പെടുത്തും. ഈ രഹസ്യങ്ങൾക്കകത്ത് അവർ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ അതിൽ പ്രസക്തമാണ്. മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ ഡിവോഷൻ, നമ്മുടെ ഭക്തി, മുമ്പേ വികാരം എന്ന് പറഞ്ഞു വിട്ടപ്പം ഒറ്റ വാക്കിൽ ഞാനങ്ങ് ഒതുക്കിയതു. സ്നേഹം, കോപം, ക്രോധം, ഇങ്ങനെയുള്ള പലതും ഓരോന്നോരോന്നെടുത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിലും സമയത്തിന്റെ ദൗർലഭ്യത്താൽ അവിടെ അത്രമാത്രമൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടുപോവുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? ശരി. രഹസ്യങ്ങളിൽ ഇനിയും ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആന്തരികമായിട്ടുള്ളതായിരുന്നു. ഇനിയും ചിലത് രഹസ്യമായി നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. അതും രഹസ്യ, ആരും അറിഞ്ഞിട്ടില്ല. ഈവൻ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മുടെ പക്കലുള്ള ഈ ഡിവൈസസ്, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളത്, നാം അതിൽ ചിലതൊക്കെ പരതും ചിലതൊക്കെ കാണും. ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളികൾക്ക് പോലും അറിയില്ല നമ്മൾ എന്താണ് നോക്കുന്നത്, കാണുന്നത് എന്ന്. രഹസ്യത്തിൽ ചെയ്യുന്ന സകല പ്രവർത്തികളും കൂടെ ഇതിനകത്തിലുണ്ട്. ഇങ്ങനെ നമ്മുടെ സകല രഹസ്യങ്ങളെയും ദൈവം വെളിപ്പെടുത്തും. ദാവീദ് പറയുന്നുണ്ട് 139-ാം സങ്കീർത്തനത്തിൽ, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. സ്തോത്രം. അപ്പൊ നമ്മുടെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തും. നമ്മുടെ ഭക്തി കപടഭക്തിയായിരുന്നുവോ, യഥാർത്ഥ ഭക്തിയായിരുന്നുവോ, അഭിനയമായിരുന്നുവോ, അതോ അസലായിരുന്നുവോ, ഈ വിധ കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തും. നമ്മുടെ രഹസ്യ കൊടുക്കൽ വാങ്ങലുകൾ, അങ്ങനെയെല്ലാം ദൈവം വെളിപ്പെടുത്തും. ഇപ്പൊ രഹസ്യങ്ങൾ, ഇതെല്ലാം രഹസ്യങ്ങൾക്കകത്ത് വരുന്ന. 2, ജഡ്ജ്മെന്റ് ഓഫ് അവർ വർക്ക്സ്.
നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തും. നമ്മുടെ പ്രവൃത്തികൾ. അതാണ് നമ്മൾ വായിച്ചത്. പ്രവൃത്തികൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അവർ ഡീഡ്സ്, നമ്മുടെ പ്രവൃത്തികൾ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 10 തൊട്ട് 15 വരെ നമുക്കത് കാണാൻ പറ്റും. 1 Corinthians chapter 3 verses 10 through 15. അവിടെ നമ്മുടെ പ്രവർത്തികളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. പെരിഷബിൾ ആൻഡ് ഇംപെരിഷബിൾ. രണ്ടെണ്ണത്തിനകത്തിലും 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഇത് 3 എങ്ങനെയുള്ളതാണ്? ഇംപെരിഷബിൾ. ഇംപെരിഷബിൾ. അതേസമയം അതിനുശേഷം 3 പറ്റി പറയുന്നുണ്ട്. തടി, വൈക്കോൽ, പുല്ല്. ഇത് 3 ടെമ്പററിയ, കത്തിപ്പോന്ന. ഇപ്പൊ നമ്മുടെ പ്രവർത്തികളെ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അനശ്വരമായത്, നശിപ്പിക്കാൻ കഴിയാത്തത്. നശ്വരമായത്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളെ എല്ലാം കൂടെ എടുത്താൽ ഇതിൽ ഏതായിരിക്കും കൂടുതൽ? ദൈവത്തിന്റെ തീയിൽ വെന്ത് തീരുന്നതായിരിക്കുമോ? അതോ ന്യായവിധിയുടെ തീയെയും അതിജീവിച്ച് ഏറെ വിലപ്പെട്ടതായി പുറത്തു വരുന്ന അനുഭവമായിരിക്കുമോ? സ്തോത്രം. നമ്മുടെ പ്രവർത്തികൾ 2 തരം: നശ്വരം, അനശ്വരം. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് മുതലായ പണികൾ തീയിലേക്കിടുമ്പോൾ അത് കുറെ കൂടെ ശോഭനമാകും. സ്തോത്രം. അതേസമയം കച്ചി, പുല്ല്, തടി, അല്ലെങ്കിൽ മരം, പുല്ല്, വൈക്കോൽ, അതുകൊണ്ടുള്ളതാണെങ്കിൽ കാണാൻ ഒത്തിരി കാണും. പക്ഷേ തീയിൽ അത് വെന്ത് ചാമ്പലാവും. ഇന്നത്തെ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? അതിൻ്റെ അല്പ വിശദീകരണങ്ങൾ കൂടെ ഉണ്ട്. ഇത് ഞാൻ മറ്റൊരിക്കൽ പറഞ്ഞതാണ്, എങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആവർത്തിക്കുന്നു. അന്ന് ആരോ എന്നോട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു, എങ്കിലും ഞാൻ പറയുന്നു. സ്ക്രേഡർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ചിലർ വിശ്വാസമാകുന്ന പൊന്നുകൊണ്ടും ചിലർ പ്രത്യാശയാകുന്ന വെള്ളി കൊണ്ടും സ്നേഹമാകുന്ന
നശിച്ചു പോകാത്ത വിലയേറിയ കല്ലുകൾ കൊണ്ടും അവരുടെ ജീവിതത്തെ, ശുശ്രൂഷയെ കെട്ടിപ്പടുക്കും. വേറെ ചിലരോ നിഷ്ഫലമായ സൽപ്രവർത്തികളാകുന്ന നിർജീവ മരം കൊണ്ടും ആത്മാവില്ലാത്ത അവസ്ഥയിൽ, ആത്മാവ് ഇല്ലാത്ത അവസ്ഥയിൽ തന്നെത്താൻ ഉയർത്തിക്കാണിക്കുന്ന ജ്ഞാനപ്രകടനമായ പൊള്ളയായ വൈക്കോല് കൊണ്ടും, സ്ട്രോ, പൊള്ളയായ വൈക്കോല് കൊണ്ടും, സംശയമാകുന്ന പുല്ലുകൊണ്ടും പണിയുന്നു. ചിലർ പണിയുന്നത് പൊന്ന് തങ്ങളുടെ വിശ്വാസത്തെ കാണിക്കുന്നു, വെള്ളി പ്രത്യാശയെ കാണിക്കുന്നു, വിലയേറിയ കല്ല് സ്നേഹത്തെ. അപ്പം ഇതിൽ ഏതുകൊണ്ടാണ് നമ്മൾ പണിയുന്നതെന്ന് നോക്കിയാൽ മതി. ഇന്ന് രാത്രിയാണ് കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളെ വിധിക്കാൻ വിളിക്കുന്നതെങ്കിൽ സ്തോത്രം, നാം ഒരുങ്ങിയിരിക്കുമോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ വിശുദ്ധന്മാരുടെ ന്യായവിധി രഹസ്യങ്ങളുടെയും ഉണ്ട്, പ്രവർത്തികളുടേതുമുണ്ട്. ഇത് രണ്ടും നമ്മളിന്ന് കണ്ടു. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഇന്ന് രാത്രി നിൽക്കേണ്ടി വന്നാലും ലജ്ജിപ്പാൻ വകയില്ലാത്തവരായി നിൽക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.